ഈ അസൂയക്കും ചൊറിച്ചിലിനും അങ്ങനെ മരുന്നൊന്നും ഇല്ല കേട്ടോ. പ്രത്യേകിച്ച് മരുന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു രോഗമാണ് ഈ അസൂയ, കുശുമ്പ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ അസൂയ നമ്മള് ഉണ്ടെങ്കിലും നമ്മൾ അത് ഉള്ളിൽ സൂക്ഷിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. അത് ഇത്രയും ആളുകൾ കാണുന്ന ഒരു ഷോയ്ക്ക് അത് ഓപ്പൺ ആയിട്ട് പ്രകടിപ്പിക്കുക, ഒരാളോട് മാത്രം ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുക, ചൊറിയുക, പുറകെ നടന്ന് പ്രൊവോക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ വലിയ സ്റ്റാറായി എന്നാണ് ഈ മനുഷ്യനെ ഓർത്തോണ്ടിരിക്കുന്നത്. പക്ഷെ വെറും കോമാളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അനീഷിന്റെ മുമ്പിൽ അനീഷിനെ എന്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി കോമാളിത്തരം തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്ന വെറും കോമഡി പീസ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ മുൻഷി രഞ്ജിത്ത് എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ്. ഈ മനുഷ്യനോട് എന്താണ് കാണിച്ചിട്ടുള്ളത്, ഇയാളുടെ ഗെയിം എന്താണെന്ന് പോലും ഞാൻ ഓർക്കുന്നില്ല. അത്രയും ആ ലെവല് ഫൊഗോട്ടൺ ആൻഡ് യൂസ്ലെസ് അതായിരുന്നു മുൻഷി രഞ്ജിത്ത് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഇൻ ബിഗ് ബോസ് മലയാളം സീസൺ 7. എന്നിട്ട് ഈ റീ എൻട്രിയിൽ അനീഷിന്റെ പുറകെ നടന്ന് പ്രൊവോക്ക് ചെയ്യുകയാണ്. അനീഷിനോട് പറയുകയാണ് സാരി ഉടുത്തിട്ട് അനീഷിന് എന്താണ് തോന്നുന്നതെന്ന് ഞാൻ നോക്കട്ടെ. സാരി ഉടുക്കുമ്പോഴാണ് അനീഷിന് വികാരങ്ങൾ വരുന്നത്. ബിൻസി അപ്പുറത്ത് നിൽപ്പുണ്ട്. ബിൻസി പറയുന്നുണ്ട് ദൈവം ഈ മനുഷ്യന് ഒരു മാറ്റവും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. മുൻഷി രഞ്ജിത്തിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ മുൻഷി പറയുന്നുണ്ട് ഞാൻ ഇന്ന് അനീഷിനെ പോലെ എനിക്ക് മാറാനൊന്നും പറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മുൻഷി തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, ആദ്യത്തെ ഒരാഴ്ച മറ്റോ അനീഷിനെ കണ്ടിട്ടുള്ള മാരേജ് വേ, അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കാണുന്നത്. ടി വിയിൽ കണ്ടതല്ലാതെ, നമ്മളെ പോലെയൊക്കെ ടി വിയിൽ കണ്ടതല്ലാതെ ഇപ്പോഴാണ് നേരിട്ട് ഹൗസിനകത്ത് കാണുന്നത്. എന്നിട്ട് പുറകെ നടന്ന് ഈ പ്രൊവോക്കിംഗ് കൂടി ആണെങ്കിൽ അനീഷിന്റെ ആ മറ്റേ പഴയ ആദ്യത്തെ സ്വഭാവം മിക്കവാറും പുറത്തു വരും. അത് ബിൻസി പറയുന്നുണ്ട്, പഴയ അനീഷ് ചേട്ടനെ പുറത്ത് കൊണ്ടുവരരുത് പ്ലീസ്. അനീഷിന്റെ നല്ല സ്വഭാവത്തിന് അവിടെ കത്തിക്കേണ്ടതായിരുന്നു ഇതിനോടകം. പക്ഷെ അനീഷ് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഫിനാലേക്ക് ഇനി 6 ദിവസം കൂടിയുള്ളൂ. എന്തിനാണ് വെറുതെ നോർത്തിട്ടായിരിക്കും മേ ബി. സഹിച്ചു പിടിച്ച് കടിച്ചു പിടിച്ചിരിക്കുന്നുണ്ട്. ഈ മുൻഷി രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഈ കോമാളി, ഈ കോമഡി പീസ് എന്ത് കാണിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ബിഗ് ബോസിന്റെ അടുത്ത് പറഞ്ഞു എന്നെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിക്കും ബിഗ് ബോസ്, എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. എന്നിട്ട് കൺഫെഷൻ റൂമിലേക്ക് എനിക്ക് ഒന്ന് ബിഗ് ബോസ് വിളിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അനുമോളെ പറ്റിക്കുന്നു. അനുമോളോട് പറയുന്നു എന്നെ സാരി ഉടുപ്പിച്ചത് 2 മണിക്കൂർ ഞാൻ സാരി ഉടുത്ത് നിൽക്കണം എന്നുള്ളൊരു സീക്രട്ട് ടാസ്ക് തന്നു എന്ന്. എന്നിട്ട് അനുമോള്, എനിക്ക് തോന്നുന്നു അനുമോളാണെന്ന് തോന്നുന്നു ഈ ഒരു ഇത് കൊടുക്കുന്നത്, സാരി ഉടുക്കാനായിട്ടുള്ള അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കുന്ന അനുമോളാണെന്ന് തോന്നുന്നു. എന്നിട്ട് സാരി ഉടുത്തിട്ട് അനീഷിന്റെ മുന്നിൽ പോയി നിന്ന് സാരി ഉടുക്കുമ്പോഴാണ് അനീഷിന് വികാരങ്ങള്. എന്ത് വികാരങ്ങള്, എന്തോന്നൊക്കെയാണ് ഈ മനുഷ്യനെ കാണിക്കുന്നത്. ഈ 55-ാമത്തെ വയസ്സിലും വെറുതെ എന്തിനാണ് കോമഡി പീസ് ആവാൻ നിൽക്കുന്നത്? മര്യാദയ്ക്ക് ഒരു മൂലയിലെങ്ങാനും ഇരുന്നൂടെ, ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ട് എല്ലാരെയും വെൽവിഷ് ചെയ്തുകൂടെ? എന്തിനാണ് ഈ കോമാളിത്തരം തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്?